കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരും. മന്ത്രിയുടെ കഴുത്തിലെ വേദനയിൽ മാറ്റമില്ലെന്നും രക്തസമ്മർദ്ദം സാധാരണ നിലയിലെന്നുമാണ് മെഡിക്കൽ റിപ്പോർട്ട്. സംഭവത്തിൽ അറസ്റ്റിലായ 5 KSU നേതാക്കളെ റിമാൻഡ് ചെയ്തു. KSU പ്രതിഷേധത്തിനിടെ കഴുത്തിന് ക്ഷതമേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ഇന്നലെ രാത്രിയാണ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പരുക്ക് സാരമുള്ളതാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. MRI സ്കാനിംഗിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴുത്തിലെ വേദന കൈയിലേക്ക് ഇറങ്ങുന്നുവെന്ന് മന്ത്രി ഡോക്ടേഴ്സിനെ അറിയിച്ചു. ഇടത് കൈയിലെ ക്ഷതം സാരമുള്ളതല്ല. ന്യൂറോ സർജൻ ഉൾപ്പെടെയുള്ളവർ മെഡിക്കൽ ബോർഡ് ചേർന്ന ചികിത്സാ പുരോഗതി വിലയിരുത്തി. രാത്രി മുതൽ രക്തസമ്മർദ്ദം ഉയർന്നിരുന്നെങ്കിലും ഉച്ചയോടെ സാധാരണ നിലയിലായി. കുടുംബത്തോടൊപ്പം കഴിയണമെന്നും തിരുവനന്തപുരത്തേക്ക് ചികിത്സ മാറ്റണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നുകൂടി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരാനാണ് ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം. മന്ത്രിയെ കയ്യേറ്റം ചെയ്തെന്ന കേസിൽ KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെ 5 പേരെ അടുത്ത മാസം 12 വരെ റിമാൻഡ് ചെയ്തു. വധശ്രമം, ആയുധം ഉപയോഗിച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകളാണ് റെയിൽവേ പോലീസ് ചുമത്തിയിട്ടുള്ളത്. അക്ഷയ്, ബിദുൽ ബാലൻ, മുബാസ്, അഹമ്മദ് യാസിൻ എന്നിവരാണ് റിമാൻഡിലായ മറ്റുള്ളവർ. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.